വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ പുതിയ സിനിമയായിട്ടുള്ള ടീസർ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ വന്നത്. നിങ്ങളെ പോലെ ഞാനും ആ ട്രെയിലർ കണ്ടാണ്. നിങ്ങൾ ആ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇതിൽ കൂടെ വെറുതെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ പടം എന്ന് പറയുന്നത് വൺ പോസിറ്റീവ് സാധനമായിട്ടാണ്. എന്ന് വെച്ചാൽ ഈ ദിലീപിന്റെ ഒക്കെ പടത്തിന്റെ ഒരു പ്രത്യേകതയിൽ കുറെ കാലഘട്ടം, പക്ഷെ ആ സംഭവങ്ങൾ ദിലീപ് ഒറ്റയടിക്ക് മാറ്റി പിടിച്ചിട്ടുള്ള സംഭവമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് കേട്ടോ. അതായത് ഫുൾ പോസിറ്റീവ് എന്നുള്ള സംഭവമാണ് ദിലീപിന്റെ ഒരു ക്യാരക്ടറിൽ നിന്ന് നമുക്ക് വന്ന് കിട്ടുന്നത്. ഇതൊരു ഐ തിങ്ക് ടൈറ്റിൽ തന്നെ കൊടുത്തത് ഇറ്റ്സ് മാഡ് മൂവി, അതായത് ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു മൂവി. അതായത് ഇപ്പൊ വട്ടുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന അത് ഒരാളുടെ കൺട്രോൾ പോയി കഴിഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മൾ എന്തൊക്കെ ഫ്രീ ആയിട്ട് ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ പടങ്ങളിലും നമുക്ക് മുന്നുള്ള പടങ്ങളിലൊന്നും മോശമെന്നല്ല ഞാൻ പറഞ്ഞു, മസിൽ പിടിച്ച് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി ക്യാരക്ടർ സാധനങ്ങൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് കുറെ സാധനങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പിടിച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് അടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഫീലിങ്സ്. എന്നിട്ട് ആദ്യത്തെ പടം നല്ല പടമായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഇറങ്ങിയ പ്രിൻസസ് ഫാമിലീസ് നല്ല പടമായിരുന്നു. പടത്തിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇത് അതേപോലെ ഒരു ക്യാരക്ടർ അല്ല ഈ പടത്തില് നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെറ്റഡ് ഫുൾ പവർ എന്നൊക്കെ പറയുമല്ലോ, ആ സാധനമാണ് നമുക്ക് ക്യാരക്ടർ വൈസ്ഡ് ആയിട്ടുള്ള ദിലീപിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, പിന്നെ ക്യാമിയ റോളിൽ ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ട് നമ്മുടെ ലാലേട്ടനാണ് ഈ പടത്തിൽ ഗസ്റ്റ് റോളായിട്ട് ക്യാമിയ റോളായിട്ട് വരുന്നത്. അപ്പൊ ഈ ലാലേട്ടനും കൂടി ഈ പടത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ഇതിന്റെ ഹൈപ്പ് ഹൈ ലെവലിലേക്ക് പോവാണ്, ഹൈ ലെവലിലേക്ക് തന്നെ മാറുകയാണ് ഈ പടത്തിന്റെ ഹൈപ്പ്. ഈ പടം നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സംഭവം നമുക്ക് പ്രതീക്ഷിക്കാം ഈ പടത്തിൽ നിന്ന്. സാധാരണ ഈ ഇടക്കാലത്ത് ഇറങ്ങിയ ദിലീപ് പടത്തിനുപരി ഈ വന്നിട്ടുള്ള പടത്തിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് നമുക്ക് ഈ ട്രെയിലർ പോളി സാധനം, കളർഫുൾ ആയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വൻ സാധനം. ദിലീപിന്റെ ക്ലൈമാക്സിലൊക്കെ ചിരിയൊക്കെ ഉണ്ട് മോനെ, അത് നല്ല നന്നായ സാധനം വന്നിട്ടുണ്ട്, അടിപൊളിയാണ്. എന്ന് ബാക്കി നമുക്ക് പടത്തിന് ശേഷം നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. തിരുപ്പിന്റെ വിരാമം എന്നൊക്കെ പറയുന്ന പോലെ ഈ പടം പബ്ലിസിറ്റി ആവാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ പ്രസൻസ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ. ദിലീപിന്റെ ട്രെയിലറിലൂടെ നമുക്ക് വ്യക്തമാവുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അവതരണ രീതി, പുള്ളിക്കാരൻ്റെ എന്ന് വെച്ചാൽ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ഫുൾ പവറിലുള്ള സംഭവങ്ങളാണ് നമ്മളെ ഒന്നും കൂടി ഈ പടത്തിലേക്ക് ഞങ്ങൾ ആകർഷിക്കുന്നത് കൂടുതലായിട്ടും. ട്രെയിലറിൽ തന്നെ നല്ല അടിപൊളി ട്രെയിലർ എന്ന് തീർച്ചയായും നമുക്ക് പറയാം. അപ്പൊ ഈ പടം വൻ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.